ദൃശ്യം ദൃശ്യം മലയാളത്തിൻ്റെ ഒരു ബ്രാൻഡാണ്. ദൃശ്യം 1 നമ്മൾ അന്നേ വരെ കണ്ടിട്ടില്ലാത്ത കഥ പറച്ചിലൊക്കെ ആയിട്ട് വന്ന സിനിമയാണ്. ദൃശ്യം 2 വന്നു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് അക്സെപ്റ്റൻസ് കിട്ടിയ ഒരു സിനിമ, കോവിഡ് കാലത്ത് ഇറങ്ങി വന്ന സിനിമ. ഈ രണ്ട് സിനിമകളുടെ പ്രതീക്ഷകളുടെ ഭാരവും ഏറി വന്ന സിനിമയാണ്. എത്ര ഹൈപ്പ് കുറയ്ക്കാൻ നോക്കിയാലും ദൃശ്യം 3. അങ്ങനെ നോക്കുമ്പോൾ എന്നിലെ ലാൽ ആരാധകനെയും എന്നിലെ ദൃശ്യം ആരാധകനെയും എന്നിലെ സാധാരണ പ്രേക്ഷകനെയും ഒരുപോലെ ഇമോഷണലി കണക്റ്റ് ആക്കിയ ഒരുപാട് ഹൈ മൊമെന്റ്സ് കിട്ടിയ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ച് ദൃശ്യം 3. അതിൻ്റെ ക്രെഡിറ്റ് 100% കൊടുക്കേണ്ടത് വേറെ ആർക്കുമല്ല, നമ്മുടെ റൈറ്റർ ജിത്തു ജോസഫിനാണ്. റൈറ്റർ ജിത്തു ജോസഫ് നമ്മുടെ സാധാരണ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് മാറ്റിയിരുത്തേണ്ട ആളാണ്. കാരണം അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഒരു രക്ഷയില്ല. ഇങ്ങനെ ഇതെങ്ങനെ ചിന്തിക്കണമെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിച്ച് പോയിട്ടുണ്ട്. കാരണം ഓരോ തവണ ജോർജ് കുട്ടിയെ പൂട്ടാൻ നോക്കുമ്പോൾ ആ പൂട്ട് എങ്ങനെ അഴിക്കുന്നു, അതെങ്ങനെ ചിന്തിക്കുന്നു എന്ന് ആലോചിച്ച് പോയിട്ടുണ്ട്. തിരിച്ചു പോന്നപ്പോൾ മൊത്തം ഇതെങ്ങനെ ഇങ്ങനെ ഇത് എഴുതിയെന്നായിരുന്നു എൻ്റെ ചിന്ത. ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് ജിത്തു പറഞ്ഞ പോലെ തന്നെ ജോർജ് കുട്ടിയുടെ ക്യാരക്ടറിൽ കൂടെയാണ് സിനിമ പോകുന്നത്. ജോർജ് കുട്ടിയുടെ ക്യാരക്ടറായിട്ട് മോഹൻലാൽ നിറഞ്ഞാടി എന്ന് പറയേണ്ടി വരും. വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ് ഓഫ് മോഹൻലാൽ ഇൻ റീസെന്റ് ടൈംസ് എന്ന് പറയേണ്ടി വരും. തുടരും കഴിഞ്ഞതിന് ശേഷം തരുൺമൂർത്തി കൊളുത്തിവിട്ട ആ ഒരു നാച്ചുറൽ പരിപാടി അതിൻ്റെ ഏറ്റവും പീക്കിൽ മോഹൻലാൽ പ്രസന്റ് ചെയ്തു. വളരെ മനോഹരമായിരുന്നു, നല്ല രസമായിട്ട്, പറയാൻ വാക്കുകളില്ലാത്ത രീതിയിൽ നല്ല നല്ല സുന്ദരനായിട്ടുണ്ടായിരുന്നു. ദൃശ്യം 1ഉം 2നും വെച്ച് നോക്കിയാൽ ഏറ്റവും നല്ല ഹാൻഡ്സമായിട്ട് മോഹൻലാലിനെ പ്രസന്റ് ചെയ്ത രീതിയുണ്ട്. നല്ല കിടിലമായിട്ട് പുള്ളി അത് പ്രസന്റ് ചെയ്തു. കുറേ ടഫായിട്ടുള്ള സംഭവങ്ങളൊക്കെ പുള്ളി അങ്ങനെ സിമ്പിളായിട്ട് ചെയ്തിട്ട് പോവാണ്. പുള്ളി ചെയ്യുമ്പോൾ നമുക്കിത് സിമ്പിളാന്ന് തോന്നുന്നു, പക്ഷേ 1-2 സ്ഥലത്തൊക്കെ പീക്ക് പരിപാടിയായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അവസാനത്തെ 50 മിനിറ്റാണ് സിനിമ ഏറ്റവും ഹൈ തന്നത്. പല ഇമോഷൻസ് കൂടെ കടത്തിവിട്ടു, കൈയടുപ്പിക്കുന്ന പരിപാടികളെല്ലാം ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ ബ്ലോക്കിന് മുന്നേ ഒരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോയുടെ പെർഫോമൻസും എടുത്തു തരേണ്ട പറയാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ പെർഫോമൻസ് ഈ സിനിമയുടെ അല്ലെങ്കിൽ ജോർജ് കുട്ടിയുടെ ആ ഒരു പെർഫോമൻസിനെ കുറച്ചുകൂടി എലിവേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ആരാന്ന് ഞാൻ പറയുന്നത് സ്പോയിലറാണ്. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയത് ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് ഹാഫ് പാർട്ടിലും വന്ന കഥാപാത്രങ്ങളുടെ ഐഡന്റിറ്റിക്ക് കുറച്ച് മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിലോ സെക്കൻഡ് ഹാഫിലോ ഒക്കെ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിച്ചാൽ തേർഡിൽ അങ്ങനെയല്ല. അത് പേഴ്സണലി എനിക്ക് ഭയങ്കര സൂപ്പറായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു ട്രോമയിൽ കൂടെ ഒരു ട്രാജഡി കൂടെ കടന്നു പോകുന്ന മനുഷ്യർ 10-13 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ വേറെ സൈക്കോ പരിപാടി വരെ അയക്കാം. അങ്ങനെയുള്ള നോക്കി കഴിയുമ്പോൾ ഒരാളുടെ ക്യാരക്ടർ എങ്ങനെ വേണമെങ്കിലും മാറാം. അങ്ങനെ നോക്കുമ്പോൾ പല ക്യാരക്ടേഴ്സിൻ്റെയും ഐഡന്റിറ്റിയിലും ഒരുപാട് മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. അത് നല്ല രസമായിട്ട് കൺസീവ് ചെയ്ത് എനിക്ക് കൺവിൻസിങ് ആയിരുന്നു അത്. പിന്നെ ഞാൻ ക്ലൈമാക്സിൻ്റെ കാര്യം ട്വിസ്റ്റും പരിപാടികളൊക്കെ ആസ് യൂഷ്വൽ നോർമലി കുറേ ട്വിസ്റ്റുകളുണ്ട്. പെർഫോമൻസ് ഞാൻ പറഞ്ഞു, ലാലേട്ടൻ്റെ കാര്യം ഞാൻ വീണ്ടും പറയണില്ല, ഭംഗിയായിട്ട് ചെയ്തു. മീന സൂപ്പറായിട്ട് ക്യൂട്ടായിട്ട് ആ ചെറിയ നർമ്മങ്ങളിലൂടെയൊക്കെ പോകുന്ന രീതിയിൽ നല്ല രസമായിട്ട് ചെയ്ത പോലെ തോന്നി. പക്ഷെ 1-2 സ്ഥലത്ത് ലിപ്സിങ്കും പരിപാടിയൊക്കെ ഡബിങ് അത്രയും ഒരു ഇതായിട്ട് വന്ന പോലെ തോന്നിയില്ല. പിന്നെ എനിക്ക് എസ്തറിൻ്റെ ക്യാരക്ടർ നല്ല രസമായിട്ട് ക്യൂട്ടായിട്ട് പ്രസൻറ്റ് ചെയ്തു, നല്ല രസമായിട്ട് എക്സ്ട്രാ അഭിനയിക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് തോന്നിയത് നമ്മുടെ അൻസിബ കുറച്ച് നേരം ഉള്ളൂ, പക്ഷേ അൻസിബ ക്ലാസ് ആയിട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഗണേഷ് കുമാർ സൂപ്പറായിരുന്നു. കുറച്ച് നേരം ഉള്ളൂ എങ്കിലും ആ റോള് നന്നായിട്ട് ചെയ്ത പോലെ. വീണ നന്ദകുമാറിൻ്റെ പെർഫോമൻസ് അത്രയ്ക്ക് അങ്ങോട്ട് ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയില്ല. അതാണ് എനിക്ക് സിനിമയിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. ഈ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് ഒരിടയ്ക്ക് ഒരു ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്. ആ ബക്കറ്റും കൊണ്ട് പുള്ളിക്കാരി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരനെ ആ ബക്കറ്റ് വഴി പോയതല്ലാതെ കണ്ടില്ല. ആ ആൾ എവിടെ പോയെന്ന് ഞാൻ ആലോചിച്ച് പോയി. ചിലപ്പോൾ അതിനും ഈ പറഞ്ഞ പോലെ ഒരു ജസ്റ്റിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ചിന്തിച്ചുണ്ടാക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചേക്കണം. മെയിൻ ആളെ കണക്ട് ചെയ്യുന്ന ഒരാളായിട്ടായിരിക്കാം. എനിവേ വീണയുടെ പെർഫോമൻസ് 1-2 സ്ഥലത്ത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ആ എക്സ്പ്രഷൻസ് ഒന്നും എനിക്ക് അത്രയും ഗംഭീരമായിട്ട് തോന്നിയില്ല. ഡബിങ്ങിലും കുറച്ച് ചെറിയൊരു പ്രശ്നം വന്ന പോലെ തോന്നി. ബാക്കി ആളുകളുടെ പെർഫോമൻസ്, മുരളിഗോപി വളരെ സൂപ്പറായിരുന്നു, നല്ല സ്ലിമ്മൊക്കെ ആയിട്ട് മുരളിഗോപി ഓഫ്കോഴ്സ് പെർഫോമൻസിൻ്റെ കാര്യം ഒന്നും പറയാനില്ല. സിദ്ദിഖ് ഗംഭീര ഒരു പരിപാടിയാണ് ഇതിനകത്ത് പിടിച്ചേക്കുന്നത്. വളരെ മനോഹരമായിട്ട് സിദ്ദിഖ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആശാചരത്തിന് കുറച്ച് സ്ക്രീൻ സ്പേസ് ഉള്ളൂ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നത് മേക്കിങ്ങിൽ ഫാർ ബെറ്റർ ആണ്. സീരിയൽ ലെവൽ മേക്കിംഗ് ഒക്കെ ജിത്തു ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായിട്ട് ഫാർ ബെറ്റർ മേക്കിംഗ് ആണ് ഇതിനകത്ത്. മിറാഷ് പോലൊന്നുമല്ല, നല്ല ലൈറ്റിങ്ങും കളറിങ്ങും ഒരുപാട് എല്ലാം നന്നായി വന്ന പോലെ എനിക്ക് തോന്നി. അനിൽ ജോൺസിൻ്റെ മ്യൂസിക് സെക്കൻഡ് ഹാഫിൽ ഗ്രിപ്പിംഗ് പരിപാടിയായിരുന്നു. നമ്മളെ ഈ ഹൈ മൊമെന്റ്സ് പല സ്ഥലത്ത് കൈയടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അനിൽ ജോൺസിൻ്റെ മ്യൂസിക്കിനും ഒരു സ്ഥാനം ഡെഫിനറ്റ്ലി ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ പേഴ്സണലി എന്നിലെ പ്രേക്ഷകനെ, ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ആരാധകനെ ഒരുപാട് തൃപ്തിപ്പെടുത്തിയ, ഒരുപാട് ഹാപ്പി ആയിട്ട് ഞാൻ കണ്ടിറങ്ങിയ, മനസ്സ് നിറഞ്ഞ മോഹൻലാലിൻ്റെ ബർത്ത്ഡേയിൽ ഇറങ്ങിയ ഒരു മനോഹര സിനിമയാണ് എന്നെ സംബന്ധിച്ച് ദൃശ്യം 3. തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട സിനിമയാണ്. ജോർജ് കുട്ടിയുടെ ഫാമിലിയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി തന്നെ കാണേണ്ട സിനിമയാണ്. ഓഫ് കോഴ്സ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ഞാൻ പറയും ഇപ്പോഴും ദൃശ്യം 1 ആണ്. കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമ്മളൊരു എക്സ്പെക്ടേഷൻസും ഇല്ലാണ്ട് പോയി കണ്ടപ്പോൾ എന്നെ ഞെട്ടിച്ച സിനിമയായതുകൊണ്ട്.
അല്ലെങ്കിൽ ഞാനൊരു ഫാമിലി പടം കാണാൻ പോയതുകൊണ്ട്. ദൃശ്യം 2 എനിക്ക് ഞെട്ടിയത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ വീട്ടിലിരുന്ന് കാണുമ്പോൾ ഡെഫിനറ്റ്ലി ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടാണ്ടിരിക്കാം. പക്ഷേ ദൃശ്യം 3 വന്നപ്പോൾ ഇത്രയും പ്രതീക്ഷകളുമായി ഞാൻ പോയിട്ട് അത് കാത്തു സൂക്ഷിച്ച ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ പ്രതീക്ഷകളും നിരാശയായിട്ട് വന്ന സിനിമകളെ ഈ അടുത്തുണ്ടായിട്ടുള്ളൂ. അങ്ങനെ നോക്കുമ്പോൾ ദൃശ്യം 3 എന്നെ സംബന്ധിച്ച് ഗംഭീര എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ മോഹൻലാലിൻ്റെ സ്ലീപ്പർ സെൽസ് എല്ലാം ആക്ടിവേറ്റഡ് ആവുമെന്നുള്ള 100% ഉറപ്പായ സിനിമയാണ്. ഗംഭീര പരിപാടിയാണ്. പറ്റിയ എനിക്ക് ഒന്നുകൂടെ കാണണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണും. ബൈ.